മൈ ഡിയേഴ്സ്, +1 അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ഇതാ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാനായിട്ട് പോവാണ്. അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് റീവാലുവേഷൻ റിസൾട്ടൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാർക്സ് ഒക്കെ ഓൾറെഡി ആഡ് ആയിട്ടുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങളുടെ സ്കൂൾ, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ സ്കൂൾ തന്നെ ആവണമെന്നില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത്. ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇതാ ജൂൺ 15-ാം തീയതി രാവിലെ 10 മണിക്ക് വരുന്നതായിരിക്കും. ഈ ജൂൺ 15 തൊട്ട് ജൂൺ 17 വരെ നിങ്ങൾ നിർബന്ധമായും ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളത് അവിടെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 17-ാം തീയതി 5 മണി വരെയാണ് സമയമുള്ളത്, വൈകുന്നേരം 5 മണി വരെയാണ് സമയമുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അഡ്മിഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പെർമനൻ്റ് ആയിട്ട്, അതായത് സ്ഥിരമായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ ഈ കൊടുത്ത സ്കൂൾ ലിസ്റ്റിൽ ഫസ്റ്റത്തെ സ്കൂളിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം, സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. അതല്ല, താഴെയുള്ള ഏതെങ്കിലും സ്കൂൾ കൊടുത്തിരിക്കുന്ന ആ ലിസ്റ്റിൽ താഴെയുള്ള ഏതെങ്കിലും സ്കൂളുകളാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിന്, സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം മറക്കണ്ട, 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് സമയമുള്ളത്. അഡ്മിഷൻ എന്തായാലും എടുക്കണം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സ്കൂൾ കിട്ടാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനിയും അലോട്ട്മെൻറ്റ് വരാനുണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഇനി എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കൂൾ ലിസ്റ്റ് ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റുന്നതല്ല. നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക മാത്രം ചെയ്യുക. അപ്പം എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.